പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവന ചിന്തയ്ക്കായി ഒരു ദൈവത്തിന ഭാഗം വായിക്കുന്നു. 80-ാം സങ്കീർത്തനം, അതിന്റെ 18-ാമത്തെ വാക്യം. എന്നാൽ ഞങ്ങൾ നിന്നെ വിട്ടു പിന്മാറുകയില്ല, ഞങ്ങളെ ജീവിപ്പിക്കണമേ, എന്നാൽ ഞങ്ങൾ നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത്, ഹല്ലേലൂയ, ഞങ്ങളെ ജീവിപ്പിക്കണമേ, എന്നാൽ ഞങ്ങൾ നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. പ്രൈസ് ലോർഡ്. സങ്കീർത്തനക്കാരനോട് ചേർന്ന് നിന്ന് നമുക്കും പറയാൻ കഴിയണം, ഞങ്ങളെ ജീവിപ്പിക്കണമേ, എന്നാൽ ഞങ്ങൾ നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുമെന്ന്. പ്രൈസ് ലോർഡ്. 80-ാം സങ്കീർത്തനം എന്ന് പറയുന്നത്, ഹല്ലേലൂയ, ദൈവജനത്തിന്റെ യഥാസ്ഥാനത്തിനായിട്ടുള്ള ഹല്ലേലൂയ ഒരു അപേക്ഷയാണ് കാണുന്നത്. ദൈവജനത്തിന്റെ യഥാസ്ഥാപനം. പ്രൈസ് ലോർഡ്. അന്നത്തെ കാലഘട്ടത്തിലും ഇന്നും അത് ആവശ്യമാണ്. രക്തം ചെയ്യണം. ഇപ്പം മുന്തിരിവള്ളിയായ ഇസ്രായേലിനെ കുറിച്ചാണ് അല്ലെങ്കിൽ 80-ാം സങ്കീർത്തനം 1 തൊട്ട് 19 വരെയുള്ള വാക്യങ്ങൾ രേഖപ്പെടുന്നത്. ചരിത്ര പശ്ചാത്തലമൊക്കെ അങ്ങനെയാണ്. പ്രൈസ് ലോർഡ്. അപ്പൊ യോസേപ്പിനെ അഥവാ ഇസ്രായേൽ ഗോത്രങ്ങളെ മുഴുവൻ പ്രതിനിധീകരിച്ചുകൊണ്ട് രേഖപ്പെടുത്തുന്നതാണ് ഈ സങ്കീർത്തനം. ഇസ്രായേൽ ജനത്തെ ഒരു ആട്ടിൻകൂട്ടത്തെ പോലെ വഴി നടത്തുവാൻ അവരുടെ ഇടയനായ ദൈവത്തോട് സങ്കീർത്തനക്കാരൻ അപേക്ഷിക്കുക, യത്നം ചെയ്യും. ആ വചനം നമ്മൾ വായിച്ചു വരുമ്പോൾ അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ വീണാണ്, നീ മിസ്രൈമിൽ നിന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു ജാതികളെ നീക്കിക്കളഞ്ഞതിനെ നട്ടു. ഹല്ലേലൂയ. നീ അതിന് തടമെടുത്തു, അത് വേരൂന്നി ദേശത്ത് പടർന്നു. അതിന്റെ നിഴൽ കൊണ്ട് പർവ്വതങ്ങൾ മൂടിയിരുന്നു, അതിന്റെ കൊമ്പുകൾ ദീപദേവതാരുക്കൾ പോലെയുമായിരുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. അത് കൊമ്പുകളെ സമുദ്രം വരെയും ചില്ലികളെ നദി വരെയും നീട്ടിയിരുന്നു. വഴി പോകുന്നവരൊക്കെയും അതിനെ പറിപ്പാൻ തക്കവണ്ണം നീ അതിന്റെ വേലികളെ പൊളിച്ചു കളഞ്ഞത് എന്ത്? പ്രൈസ് ലോർഡ്. അടുത്ത വാക്യമാണ്, കാട്ടുപന്നി അതിനെ മാന്തിക്കളയുന്നു, വയലിലെ മൃഗങ്ങൾ അത് തിന്നുകളയുന്നു. അപ്പൊ ഇസ്രായേലിലെ മൊത്തത്തിൽ മുന്തിരിവള്ളിയോട് ചേർത്ത് ഇവിടെ ഉപമിക്കുമ്പോൾ, നമ്മോട് സംസാരിക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവത്തിന്റെ പരിപാലനം എത്ര വലുതായിരുന്നു. എന്നാലും നീ ഇത് കാട്ടുപന്നി അതിനെ മാന്തിക്കളയുന്നു, വയലിലെ മൃഗങ്ങൾ അത് തിന്നു കളയുന്നു എന്ന സങ്കീർത്തനക്കാരൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു വലിയ നിലവിളിയാണ്. എന്താണ് അവിടെ ആ നിലവിളിയുടെ കാരണം എന്ന് പറഞ്ഞാൽ, വേലികൾ പൊളിച്ചതിനാൽ ദൈവജനത്തിന് നേരിട്ട ശോചനീയാവസ്ഥയാണ് ഇവിടെ കാണുന്നത്. ഹല്ലേലൂയ. അപ്പം ദൈവസഭയുടെ ശത്രുക്കൾ ആരെല്ലാം എന്ന് ശ്രദ്ധിക്കുക. അവയെ നമുക്ക് എങ്ങനെ ജയിക്കാൻ കഴിയും എന്നതിന് കരുതലുള്ളവരായിരിക്കണം. ഈ ഇസ്രായേലിന് സംരക്ഷണം കൊടുത്തിരുന്ന ദൈവം, എന്നാൽ അവരുടെ മേൽ വന്ന പാപങ്ങളും സ്വഭാവങ്ങളും മുഖാന്തരം ദൈവത്തിൽ നിന്ന് അകന്നു. അവർ വീണ്ടും ദൈവത്തിന് നിലവിളിക്കുക ആ സ്ഥാനത്തിന് വേണ്ടി. കാട്ടുപന്നി അവരുടെ വേലി പൊളിച്ച് കളഞ്ഞു, മാന്തിക്കളയുന്നു. ഹല്ലേലൂയ. ഇവിടെ എന്നെ കേൾക്കുന്ന പ്രശ്നം, ഈ കാലഘട്ടത്തിലെ ദൈവസഭയും ദൈവം തന്റെ കരുണയുടെ കരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുക. ദൈവം നമുക്ക് വേലി കെട്ടി സൂക്ഷിച്ചിരിക്കുക. യോബിന് വേലി കെട്ടി സൂക്ഷിച്ച ദൈവം. ഹല്ലേലൂയ. നമുക്ക് തീമതിലും കോട്ടയമായിരിക്കുന്ന ദൈവം അത്രമാത്രം സംരക്ഷണം നമുക്ക് തരുമ്പോൾ നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ ദൈവസഭയെ തകർക്കുന്ന ശത്രുക്കൾ ആരെല്ലാമാണെന്ന് തിരിച്ചറിഞ്ഞ്, ഹല്ലേലൂയ, അതിനെ ജയിക്കുവാൻ കഴിയണം. പ്രൈസ് ലോർഡ്. കാട്ടുപന്നി മാന്തിക്കളയാൻ വയലിലെ മൃഗങ്ങളെ നശിപ്പിച്ച് കളയുമെന്നും ഇടം കൊടുക്കരുത്. നമുക്ക് ലഭിച്ച രക്ഷ എന്ന് പറയുന്നത് ഏറ്റവും വലുതാണ്. അത് സൗജന്യമായി ലഭിച്ച രക്ഷയാണ്. ആ രക്ഷയുടെ മഹത്വം, പ്രാധാന്യം നാം മനസ്സിലാക്കണം. രക്തം ചെയ്യണം. ഹല്ലേലൂയ. അപ്പൊ നീ നിനക്കായി വളർത്തിയ തൈ എന്നതിന് നിനക്കായി വളർത്തിയ പുത്രൻ എന്നും അർത്ഥമുണ്ട്. ദൈവം തന്റെ ജനത്തെ കുറിച്ച് ഫറവോനോട് പറയുമ്പോൾ, ഇസ്രായേൽ എന്റെ പുത്രൻ എന്റെ ആദിജാതൻ തന്നെ എന്നാണ് പറയുന്നത്. പുറപ്പാട് ദിവസം 4:22 വായിച്ചാൽ കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ ഇസ്രായേൽ എന്റെ പുത്രൻ, എന്റെ ആദിജാതൻ എന്നുള്ള പ്രസ്താവന, ഹല്ലേലൂയ,
17-ാം വാക്യത്തിൽ ആ തൈയെക്കുറിച്ച് അല്ലെങ്കിൽ പറയുക. 17-ാം വാക്യത്തെ തൈയെക്കുറിച്ച് പറയുമ്പോൾ, നിന്റെ കൈ നിന്റെ വലത്ത് ഭാഗത്ത് പുരുഷന്റെ മേൽ, നീ നിനക്കായി വളർത്തിയ മനുഷ്യപുത്രന്റെ മേൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറയാണ്. എന്ന് പറഞ്ഞാൽ മിസ്രൈമിൽ നിന്നും വിടുവിച്ചതുപോലെ വിടുവിക്കണമേ എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ അവർ പ്രാർത്ഥിക്കുന്നത് അന്ത്യനാളുകളിലെ പീഡനകാലത്തും അവർ ഇങ്ങനെ പ്രാർത്ഥിക്കും, ദൈവരെ വിടുവിക്കും. അവർ പറയുന്നത്, നീ ഞങ്ങളെ വിടുവിക്കണം, നിന്റെ കൈ ഞങ്ങളെ വിടുവിക്കണം. അതേ പ്രാർത്ഥന തന്നെയാണ് അന്ത്യകാലഘട്ടത്തിലും ദൈവജനം അനുഭവിക്കാൻ പോകുന്ന മഹാപീഡയുടെ നടുവിൽ നാം സങ്കീർത്തനക്കാരോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മെ വിടുവിക്കുകയും ചെയ്യും, ദൈവം നമ്മെ സംരക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ നാം ദൈവത്തെ സ്തുതിക്കുവാൻ കാരണമാകണം. അല്ലേ? അപ്പൊ ആത്മാവിൽ വലിയ ജീവരക്ഷ ഉണ്ടാകുന്നതിനെ ഉണർവ് എന്ന് പറയുക. വലിയ രക്ഷ എന്നൊക്കെ പറഞ്ഞാൽ ആത്മാവിന്റെ രക്ഷയാണ്. മനുഷ്യന്റെ ജീവിതത്തിൽ കുറച്ച് പണം സമ്പാദിച്ചത് കൊണ്ടും കുറെ സ്ഥാനമാനങ്ങൾ കിട്ടിയത് കൊണ്ടും നല്ല നല്ല നിലയിലേക്ക് എത്തിയത് കൊണ്ടും ആ മനുഷ്യൻ രക്ഷപ്പെട്ടു എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അങ്ങനെയാണ് എല്ലാവരുടെയും ചിന്തകൾ. എല്ലാവരും പറയും രക്ഷപ്പെട്ടു. കഴിഞ്ഞ കാലങ്ങളിൽ വളരെ കഷ്ടതയില്, സങ്കടത്തില്, ദുരിതത്തില്, സാമ്പത്തിക ഞെരുക്കത്തില് ഒക്കെയായിരുന്നു പോയിരുന്നത്. വീടില്ലായിരുന്നു, സ്ഥലമില്ലായിരുന്നു. ഇപ്പോൾ അതെല്ലാം കിട്ടി രക്ഷപ്പെട്ടു എന്ന് പലരും പറയാറുണ്ട്. അതൊക്കെ താൽക്കാലികമായ രക്ഷയാണ് സഹോദരി. അതും നിലനിൽക്കുന്നതല്ല. ഭൂമി നിങ്ങൾക്ക് ലഭിച്ച രക്ഷ എന്ന് പറയുന്നത് ഇവിടുത്തെ ഭൗതികമായ നിലയില് അതെല്ലാം ഒരുപിടി ചാരമായി മാറും. എന്നാൽ രക്ഷ എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിന്റെ ജീവരക്ഷയാണ്. സഹോദരൻ, ആത്മാവിന്റെ ജീവരക്ഷ പ്രാപിച്ചവനാണ് ഭാഗ്യവാന്മാർ. അവർക്ക് നിത്യതയിൽ ചെല്ലുവാൻ കഴിയുള്ളൂ. അല്ലേലിയ. ആത്മാവിന്റെ ജീവരക്ഷ പ്രാപിക്കുന്നവർക്കാണ്, അവരുടെ ഉള്ളിലാണ് വലിയ ഉണർവുണ്ടാകുന്നത്. അല്ലേലിയ. ഉണങ്ങിയ അസ്ഥികൾ ജീവിപ്പിക്കണമേ എന്ന് ശക്തമായ പ്രാർത്ഥന അല്ലേലിയ ആവശ്യമാണ്. ഉണങ്ങിയ അസ്ഥികളെ പോലെ കിടക്കുന്ന ഈ ജനം അല്ലേലിയ പുതുജീവൻ പ്രാപിക്കാൻ വേണ്ടി ഒരു പ്രാർത്ഥന നമുക്ക് വളരെ ആവശ്യമാണ്. അതാണ് എസ്കേലിന്റെ പുസ്തകം 37-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. എസ്കേൽ പ്രവാചകൻ തന്റെ പ്രാർത്ഥനയുടെ ശബ്ദം കൊണ്ടും പ്രവചന വാക്കുകൾ കൊണ്ടും ഉണങ്ങിയ അസ്ഥികൾ നിറഞ്ഞ താഴ്വരയുടെ നടുവിൽ ഒരു ഉണർവിനെ കൊണ്ടുവന്നെന്നുള്ളതാണ്. എസ്കേലിനെ ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ചു. ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത് ഉണങ്ങിയ അസ്ഥികൾ നിറഞ്ഞ താഴ്വര എന്നാണ് എസ്കേൽ പുസ്തകം 37-നെ തന്നെ വിശേഷിപ്പിക്കുന്നത്. രക്തം ചെയ്യും. ഞാൻ ഒന്നിട്ട് ഭാഗങ്ങൾ വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ യഹോവയുടെ കൈ എന്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ച് താഴ്വരയുടെ നടുവിൽ നിർത്തി. അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നോട് അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു. അവ ഏറ്റവും ഉണങ്ങിയിരുന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അല്ലേലിയ. അപ്പൊ എസ്കേലിനെ താഴ്വരയുടെ നടുവിൽ കൊണ്ട് നിർത്തി കഴിഞ്ഞപ്പോൾ എസ്കേലിന്റെ കണ്ണുകൾ കൊണ്ട് കാണുന്നത് താഴ്വരകൾ മുഴുവൻ ഉണങ്ങിയ അസ്ഥികളെ കൊണ്ട് നിറഞ്ഞു കിടക്കുന്നതാണ്. പ്രൈസറോ. അപ്പോഴാണ് അല്ലെങ്കിൽ യഹോവയെ ദൈവം എസ്കേലിനോട് ഈ അസ്ഥികൾ ജീവിക്കുമോ? എസ്കേൽ, കർത്താവേ, നീ അറിയുന്നു. പ്രൈസറോ. എന്താണ് ആ ചരിത്രഭാഗം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ഒന്നുകൂടെ എന്റെ ചരിത്രഭാഗത്തോടെ നമുക്ക് കടന്നു പോകാം. അല്ലേലിയ. അപ്പം ജനത്തിന്റെ പാപം മൂലം യെരൂശലേം നശിപ്പിക്കപ്പെടുകയും അവരെല്ലാം പ്രവാസത്തിലേക്ക് പോവുകയും ചെയ്തപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം തന്നെ ഇല്ലാതെയായി. അല്ലേലിയ. താഴ്വരയിൽ ചിതറിക്കിടക്കുന്ന അസ്ഥികൾ പോലെ ഇസ്രായേലിന്റെ അവസ്ഥ ആയിത്തീർന്നു. ഇസ്രായേൽ പാപം ചെയ്ത് മുഖാന്തരം എന്ത് ചെയ്തു? അവർ മുഴുവൻ പ്രവാസത്തിലേക്ക് പോയി. ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം തന്നെ ഇല്ലാതെയായി. താഴ്വരയിൽ ഉണങ്ങിക്കിടക്കുന്ന അസ്ഥികളെ പോലെ ഇസ്രായേൽ ആയിത്തീർന്നുള്ളതാണ്. അല്ലേലിയ. ആ അസ്ഥികൾ ഇനി ജീവിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. എങ്കിലും അസാധ്യമായത് സാധ്യമാക്കി തീർക്കുന്ന ദൈവം, കാരണം നമ്മുടെ കർത്താവ് അസാധ്യമായതിനെ സാധ്യമാക്കുന്നവനാണ്. അല്ലേലിയ. ആ അസ്ഥികൾ ജീവിക്കുമെന്ന് ഇസ്രായേൽ ഒരു ജനത്തിന് പോലും പ്രതീക്ഷയില്ലായിരുന്നു. ആ സ്ഥാനത്താണ് അവിടെ ഒരു പുതിയ പ്രവൃത്തി വെളിപ്പെടുന്നത്. അല്ലേലിയ. അപ്പൊ ഇവിടെ എങ്കിലും അസാധ്യമായതിനെ സാധ്യമാക്കി തീർക്കും ദൈവം എസ്കേലിനെ അറിയിച്ചു. താഴ്വരയിലെ ഉണങ്ങിയ അസ്ഥികളെ പുനരേകീകരണവും സചേതനത്വവും
യഹോവയുടെ വചനത്താലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും ആവിർഭവിക്കുന്ന ഇസ്രായേലിന്റെ പുതിയ സംസ്കാരത്തിന്റെ ചരിത്രമാണ് എസ്കേലിന്റെ പുസ്തകം 37:1-14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നത്. അല്ലേലിയ. ഉണങ്ങിയ അസ്ഥികൾ ജീവൻ പ്രാപിച്ചതുപോലെ ഇസ്രായേൽ ജീവനുള്ള രാഷ്ട്രമായി, അല്ലേലിയ, സ്തോത്രം, തീരുമെന്നാണ് ദൈവം പറയുന്നത്. അല്ലേലിയ. രണ്ട് കോലുകളുടെ സംയോജനം, രണ്ടായി പിരിഞ്ഞിരുന്ന ഇസ്രായേൽ രാഷ്ട്രം ഒറ്റ രാജ്യമായിട്ട് തീരുമെന്ന് ഇവിടെ പ്രവചിക്കുക. അപ്പൊ ഉണങ്ങിയ അസ്ഥികൾക്ക് സമാനമായ മനുഷ്യർക്ക് ആത്മീയ ജീവൻ പ്രദാനം ചെയ്യുന്നത് ദൈവവചന കേൾവിയാലും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താലുമാണ്. ഇന്നെന്താണ്? ഈ ജനം മുഴുവൻ ഉണങ്ങിയ അസ്ഥികളെ പോലെ ചിതറിക്കിടക്കുകയാണ്. ഉണങ്ങിയ അസ്ഥികളെ പോലെ ചിതറിക്കിടക്കുന്ന ഒരു സംരക്ഷണമില്ലാതെ, ഒരു കരുതലുമില്ലാതെ, വളരെ പ്രതികൂലമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിലെ ദൈവസഭ, ദൈവജനം, ഇസ്രായേൽ വീണ്ടും ദൈവം അല്ലറിയ നമ്മെ ശക്തീകരിക്കുമെന്നും അവരിലേക്ക് വലിയ ഉണർവിനെ ദൈവം കൊണ്ടുവരുമെന്ന് ഈ ഭാഗത്തു നമുക്ക് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലേറിയ. അപ്പൊ അതെങ്ങനെ സംഭവിക്കും? ദൈവവചന കേൾവിയാലും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താലും ഒരു ശക്തമായ ഉണർവിനെ ദൈവം ഈ കാലഘട്ടത്തിൽ ദൈവസഭയ്ക്ക് തരാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ലോകമെമ്പാടും ഉണർവിന്റെ കാറ്റ് വീശിക്കൊണ്ടിരിക്കുക. ഒരു വലിയ കൂട്ടം സമൂഹത്തെ, ക്രൈസ്തവ മിഷന്മാരെ, ക്രൈസ്തവ പുരോഹിതന്മാരെ, കന്യാസ്ത്രീകളെ, ദൈവദാസന്മാരെ, പാസ്റ്റർമാരെ അടക്കം ദൈവജനത്തെ ഒന്നിച്ച് തകർത്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ചിന്തിക്കരുത് ക്രൈസ്തവ സമൂഹം നശിച്ചുപോയി, നഷ്ടപ്പെട്ടു പോയി. നിങ്ങൾ ചിന്തിക്കരുത്. അങ്ങനെയല്ല. വലിയ ഉണർവ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകമെമ്പാടും ക്രൈസ്തവ സമൂഹം വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുക. തകർക്കുവാൻ ആർക്കും കഴിയില്ല. താഴ്വയിൽ ഉണങ്ങിക്കിടന്നിരുന്ന അസ്ഥികളെ അല്ലിയ കൂട്ടി യോജിപ്പിച്ചതുപോലെ, അത് വലിയ സൈന്യമായി എഴുന്നേറ്റതുപോലെ ദൈവസഭ വലിയ സൈന്യമായി മാറാൻ പോവുകയാണ്. വചനം പറയുന്നു, എസ്കേലിന്റെ പുസ്തകം 37:4 വാക്യം തൊട്ട് വായിക്കുമ്പോൾ, അവൻ എന്നോട് കൽപ്പിച്ചത്, നീ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പിൻ. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ ത്വക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. ലേറിയ. ദൈവജനത്തിലൊരിക്കും മാറ്റമില്ല. ദൈവജനം എന്തോ പറയുന്നത് സംഭവിക്കും. ആകാശവും ഭൂമിയും മാറിപ്പോയാലും എന്റെ വചനങ്ങൾക്ക് ഒരു മാറ്റമില്ലെന്ന് കർത്താവ് നമ്മോട് പറയുമ്പോൾ, എസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് 37 അധ്യായത്തിൽ സംഭവിച്ച വലിയ ഉണർവിന്റെ കാറ്റ്, അല്ലേരിയ, ഈ കാലഘട്ടത്തിൽ ദൈവം അയച്ചുകൊണ്ടിരിക്കുന്നു. രക്തം ചെയ്യും ദൈവസഭകളൊക്കെ ആ വലിയ ഉണർവിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലേരിയ. ഇവിടെ ദൈവത്തെ ഞാൻ പറയുന്നത്, എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പമുണ്ടായി. അസ്ഥിയോട് വന്നു ചേർന്നു. പിന്നെ ഞാൻ നോക്കി, അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നതും അവയുടെ മേൽ ത്വക്ക് പൊതിഞ്ഞതും കണ്ടു. എന്നാൽ ശ്വാസം അവയിൽ ഇല്ലായിരുന്നു. അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്ക. മനുഷ്യപുത്ര, നീ പ്രവചിച്ചു കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഹിതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു. അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു എന്ന് ആ ഭാഗം നിങ്ങൾ വായിക്കണം. കുറെ നേരം വായിക്കണം. അത് മനസ്സിലാകുന്നിടം വരെ അങ്ങ് വായിക്കണം. ആ വചനം വായിച്ച് നമ്മുടെ ഉള്ളിൽ ഒരു ഉണർവുണ്ടാക്കുന്നിടം വരെ വായിക്കണം. അല്ലേരിയ. ആ ഭാഗം നമുക്കറിയാം, നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് മാറ്റിവെക്കണ്ട. ആ ഭാഗം വായിച്ച് നമ്മുടെ ഉള്ളിൽ ശ്വാസം വന്ന് നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നിടം വരെ, നമ്മളൊരു ഉണർവുണ്ടാകുന്നിടം വരെ നീ ആ വചനം വായിക്കണം. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, ദൈവസഭയുടെ ഉണർവിന്റെ കാലമായത്. ദൈവമക്കളുടെ ഉണർവിന്റെ കാലഘട്ടമാ. ദൈവമക്കളുടെ ഭവനങ്ങളിലും അവരുടെ ജീവിതത്തിലൂടെ സഭയിലും അവർ കൂടി വരുന്നിടത്തെല്ലാം വലിയ
ഉണർവ് വരാൻ പോവുകയാണ്. ചിതറിക്കിടന്ന ഇസ്രായേൽ കൂട്ടിയോജിപ്പിക്കുവാൻ, ഒന്നിച്ചവരെ ആക്കി തീർക്കുവാൻ യഹോവയായ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ ഈ കാലഘട്ടത്തിലും അല്ലെങ്കിൽ വിശ്വാസത്തിൽ ചിതറിപ്പോയ, വിശ്വാസത്തിൽ തകർന്നുപോയ, പിന്മാറ്റത്തിലേക്ക് പോയ, വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോയ വലിയൊരു കൂട്ടം ജനത്തെ ദൈവം ഒന്നിച്ചു കൂട്ടിച്ചേർക്കാൻ പോവുക. രക്തം മാത്രമല്ല, ലക്ഷക്കണക്കിന് പാപികളുടെ ഉള്ളിൽ ദൈവത്തിന്റെ ശ്വാസം അയച്ച് പരിശുദ്ധാത്മാവിനെ പകർന്നുകൊണ്ട് അവരെ കർത്താവിന് വേണ്ടി വേർതിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രൈസ് ദി ലോർഡ്. അതിന് നിങ്ങൾ കണ്ട് അസൂയപ്പെട്ടിട്ടോ മറ്റുള്ളവരത് കണ്ട് ഭാരപ്പെട്ടൊന്നും കാര്യമില്ല. ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം ചെയ്തുകൊണ്ടിരിക്കും. കർത്താവ് യേശുക്രിസ്തുവിന്റെ പ്രവൃത്തി യേശുക്രിസ്തു ചെയ്തുകൊണ്ടിരിക്കും. അതിന് നീക്കം വരത്തില്ല. അതിനെ നീക്കുവാൻ ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളോ ഇവിടുത്തെ ജാതി ശക്തികളോ വർഗീയ ശക്തികളോ തീവ്രവാദ ശക്തികളോ ഒന്നിച്ചെഴുന്നേറ്റാലും അവർ തകർന്ന് തരിപ്പണമാകുന്നതല്ലാതെ ദൈവജനത്തിനും ദൈവസഭയ്ക്കും ഒരു കേടും വരികയില്ല. രക്തം ദൈവസഭ ഉണർന്നുകൊണ്ടിരിക്കുന്നു. ദൈവമക്കൾ പ്രാർത്ഥനയിൽ ഉണർന്നുകൊണ്ടിരിക്കുന്നു. അവർ ആത്മാവിൽ പ്രവചിച്ചുകൊണ്ടിരിക്കുന്നു, ആത്മാവിൽ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു, ആത്മാവിൽ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം അവരുടെ മേൽ വലിയ ദൈവപ്രവൃത്തി അയക്കുന്നു. ജാതികൾ വചനം കേട്ട് മാനസാന്തരപ്പെടുന്നു. അല്ലേ, ഈ കഴിഞ്ഞതൊക്കെ നമ്മൾ കണ്ടില്ലേ? പട്ടണങ്ങളിൽ വലിയ പരസ്യങ്ങൾ നടക്കുക. നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ കാനഡയിലൊക്കെ തിരുവോരങ്ങളിൽ ദൈവവചനം പ്രസംഗിക്കുന്ന അനവധി ആളുകളെ നമ്മൾ കണ്ടില്ലേ? വടക്കേണ്ടിയിൽ ബസ്സുകളിലൊക്കെ സുവിശേഷം അതിശക്തിയോടെ, ട്രെയിനിലൊക്കെ സുവിശേഷ ശക്തിയോടെ പറയുന്നവരും പ്രവചിക്കുന്നവരും നമ്മൾ കണ്ടില്ലേ? പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം ടൗണുകളിൽ കേന്ദ്രീകരിച്ച് ഗ്രാമങ്ങൾ തോറും സുവിശേഷ പ്രവർത്തകർ. അല്ലേറിയ നമുക്കറിയാം, ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ദൈവവചനം പ്രസംഗിക്കുന്നത് കേട്ടിട്ട് എന്ത് ചെയ്തു? പാപിയായ മനുഷ്യന്റെ ഉള്ളിലേക്ക് വാചനം കടന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ, അവന്റെ ഹൃദയത്തിൽ ദൈവവചനം ഇടപെട്ട് കഴിഞ്ഞപ്പോൾ, അവർ കേട്ട പ്രസംഗത്തിന്റെ അരികിലേക്ക് ഓടിയെത്തി തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞു, തങ്ങളുടെ പാപങ്ങളെ കുറിച്ച് അനുദപിച്ചു. ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ദൈവത്തിന്റെ ദാസന്മാർ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവത്തിനെ സമർപ്പിച്ചപ്പോൾ അവരുടെ ഉള്ളിൽ അന്ന് വരെ ഉണ്ടാകാത്ത സമാധാനം ഉണ്ടായി. അങ്ങനെ വലിയ വിടുതൽ നടന്നുകൊണ്ടിരിക്കുക. ലോകരാജ്യങ്ങളിൽ എല്ലാവരും ശക്തമായ രീതിയിൽ അല്ലെങ്കിൽ ദൈവവചനം കേൾക്കാൻ തയ്യാറുള്ളവരായി മാറും. അത് ഇതൊരു ഉണർവിന്റെ കാലഘട്ടമാണ്. കർത്താവ് യേശുക്രിസ്തുവിന്റെ മധ്യാകാശം വരെ ഏറ്റവും ആസന്നമായിരിക്കുമ്പോൾ, ഹല്ലേലൂയ, രക്തം ഒരു വലിയ കൂട്ടം ജനത്തിന്റെ പേരും കൂടെ ജീവന്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. രക്തം ഹല്ലേലൂയ എന്ന് പറഞ്ഞ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവന് തീപ്പൊയ്യിൽ തള്ളിയിടുമെന്നാണ് നമ്മൾ വെളിപ്പാട് പുസ്തകം 20:15 വായിക്കുന്നത്. അപ്പം ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത സകലർക്കും തീപ്പൊയ്യായിരിക്കുമ്പോൾ അനവധി ആളുകളുടെ പേരും കൂടെ ജീവപുസ്തകത്തിൽ എഴുതി ചേർത്ത് അവർക്ക് സ്വർഗീയ ആ പർദീസ കൊടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിന് താങ്കൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് പകൽ താങ്കൾ വചനം കേട്ട് മാനസാന്തരപ്പെട്ട് പാപത്തെ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് ദൈവത്തിലേക്ക് കടന്നു വരുന്നെങ്കിൽ താങ്കളുടെ ജീവിതം, ഹല്ലേലൂയ, നിത്യതയുടെ തുറമുഖത്ത് കാണുവാൻ കഴിയും, അവിടെ എത്തുവാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ താഴ്വരയിലെ അസ്ഥികൾ ജീവൻ വെച്ച് വലിയ സൈന്യമായി മാറിയതുപോലെ ദൈവസഭയ്ക്കകത്തും ദൈവശക്തമായ ഉണർവിനെ ദൈവം നൽകാൻ ആഗ്രഹിക്കുക. രക്തം വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പേരിൽ ഒരു ആമേൻ പറഞ്ഞാട്ട് നിന്റെ കുടുംബത്തിനകത്ത് ഈ ഉണർവിനെ ദൈവം അയക്കാൻ പോവുക. നിന്റെ ഭവനത്തിനകത്ത്, നീ നിൽക്കുന്ന സമൂഹത്തിൽ, നിന്റെ സഭയ്ക്കകത്ത്, നിന്റെ ദേശത്തിനകത്ത് ദൈവം വലിയൊരു ഉണർവിനെ അയക്കാൻ പോവുക. രക്തം അല്ലെ, ദൈവം തന്റെ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കും, അത് വെളിപ്പെട്ടുകൊണ്ടിരിക്കും. അതിനെ തടയുവാൻ ലോകരാജ്യശക്തികൾ ഒന്നിച്ചെഴുന്നേറ്റാലും നടക്കുകയില്ല. ദൈവസഭയെ തകർക്കുവാൻ എഴുന്നേറ്റ ശക്തികൾ, രാജ്യങ്ങൾ ഛിന്ന ഭിന്നമായി മാറിയിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രശ്നമായി ദൈവസഭയ്ക്ക് നേരെ വിരൽ ചൂണ്ടിയാൽ, ദൈവദാസന്മാർക്ക് നേരെ വിരൽ ചൂണ്ടി അവരുടെ രക്തം ചൊരിയിച്ച സ്ഥലങ്ങളിലെല്ലാം ദൈവത്തിന്റെ ന്യായവിധിയുടെ കരം വെളിപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയശ്രോതാവേ, താഴ്വരയിലെ അസ്ഥികൾക്ക് ജീവൻ വെച്ചതുപോലെ, അത് വലിയ സൈന്യമായി മാറിയതുപോലെ, ഇസ്രായേൽ പല രാജ്യങ്ങളായി ചിതറിക്കിടന്ന് ഇസ്രായേലത്തെ ഒന്നിച്ച് ചേർത്തതുപോലെ, ഹല്ലേലൂയ, ദൈവീ നാളുകളിൽ
വലിയൊരു കൂട്ടം ജനത്തെ വേർതിരിച്ച് ദൈവസഭയോട് ചേർക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയ ഉണർവിന്റെ ശുശ്രൂഷ ദൈവം എസ്.കെ. പ്രവാചകനോട് ചെയ്തതുപോലെ താങ്കൾ കൂടെ ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുക. രക്തം ചെയ്യും. അതിന് നിങ്ങളെ സമർപ്പണം ആവശ്യമാണ്. അല്ലേ? അപ്പൊ ഉണർവ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിപരമായ, അല്ലെങ്കിൽ ഉണർവ് എന്ന് പറയുമ്പോൾ തന്നെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണർവും, സഭയിലെ ഉണർവും ദേശത്തിലെ ഉണർവും ഉണ്ട്. അല്ലേ? ഉണർവെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ട് ഉണർവുണ്ട്, നമ്മുടെ സഭയ്ക്കകത്ത് ഉണർവുണ്ട്, ദേശത്ത് ഉണർവുണ്ട്. അല്ലേലിയ. നിങ്ങൾ ആമീന്റെ സ്തോത്രം, ഒരു ഉണർവിന് വേണ്ടി നിങ്ങൾ ദൈവത്തിൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദേശത്തെ സന്ദർശിക്കുവാൻ, സഭയിൽ സന്ദർശിക്കുവാൻ, കുടുംബത്തെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മുഴങ്കാലും മടക്കിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകും. അപ്പം നിങ്ങളുടെ കുടുംബത്തില്, നിങ്ങളുടെ ദേശത്തില്, നിങ്ങളുടെ സഭയിലെ ഉണർവ് വേണ്ടി നിങ്ങളെ വിളിച്ചതാണ് ദൈവം. നിങ്ങളുടെ മേൽ വലിയൊരു ശുശ്രൂഷ കിടക്കുന്നത്. അല്ലേരിയ. അപ്പം കർത്താവിന്റെ വലിയ ജീവരക്ഷയെ കുറിച്ച്, കർത്താവ് നമുക്ക് നൽകുന്ന ആത്മരക്ഷയെ കുറിച്ച്, അല്ലേരിയ, കർത്താവ് നമുക്ക് നൽകുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയെക്കുറിച്ച് നാം ഈ ലോകത്തോട് വിളിച്ചു പറയണം. നശിച്ചുകൊണ്ടിരിക്കുന്ന ജനത്തോട് സുവിശേഷം വിളിച്ചു പറയണം. രക്തം ചെയ്യും. ആ ഒരു ദൗത്യം ദൈവം സഭയ്ക്ക് തന്നിരിക്കുന്നു. അതിന്ന് ലോകം മുഴുവൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പണ്ട് കാലത്തേക്കാൾ ഏറ്റവും കൂടുതൽ സുവിശേഷ പ്രസംഗം നടക്കുന്ന കാലഘട്ടമായത്. ലേരിയ. പണ്ടത്തേക്കാൾ എത്രയോ ശക്തമായാണ് സുവിശേഷകർ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഭയമില്ല. സുവിശേഷകന്മാർക്ക് ഈ ലോകത്തെ ഭയപ്പെടേണ്ട കാര്യമില്ല. ഈ ലോകത്തിന്റെ സാത്താന്യ ശക്തികളോട് ഭയപ്പെടത്തില്ല. ഇവിടുത്തെ നിയമങ്ങളെ, അധികാരങ്ങളെ ഭയപ്പെടത്തില്ല. കാരണം അവരുടെ വലിയൊരു അധികാരമുണ്ട്. അവരെ വിളിച്ചത് ദൈവമാണ്. അല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നീകത, നശിച്ചു പോകുന്ന ഈ ജനത്തിന് വേണ്ടി, നശിച്ചു പോകുന്ന ഈ ലോകത്തിന് വേണ്ടി നീ മുഴകാലം മടക്കി പ്രാർത്ഥിക്കണം. ഒരു അന്ത്യകാല ഉണർവ് വേണ്ടി കർത്താവ് നിങ്ങളിലും എന്നിലും പ്രത്യാശ വെച്ചിരിക്കുന്നു. പ്രൈസലോ. ഒരു അന്ത്യകാല ഉണർവ് വേണ്ടി നമ്മുടെ കർത്താവ് നിങ്ങളിലും എന്നിലും പ്രത്യാശ വെച്ചിരിക്കുക. നാം അത് ചെയ്യുമെന്ന് ദൈവം വിശ്വസിക്കുന്നു. നാം അത് ഏറ്റെടുത്ത് ചെയ്യുമെന്ന് ദൈവം വിശ്വസിക്കുന്നു. നിങ്ങൾ അതിന് തയ്യാറാണോ? അല്ലേറിയ. നിങ്ങളുടെ ചുറ്റുവട്ടത്തേക്ക് നിങ്ങൾ കണ്ണോടിച്ചു നോക്കിയാട്ട്, നിങ്ങളുടെ അയൽ കുടുംബങ്ങളിലേക്ക് നിങ്ങൾ കണ്ണോടിച്ചു നോക്കിയാട്ട്, നിങ്ങൾ നിൽക്കുന്ന ഗ്രാമത്തിന്റെ സ്വഭാവം നോക്കിയാട്ട്, നിങ്ങളുടെ ഭവനത്തിന്റെ സാഹചര്യം നോക്കിയാട്ട്, നിങ്ങളുടെ സഹോദരങ്ങളുടെ ജീവിത സാഹചര്യം നോക്കിയാട്ട്, തകർന്ന് തരിപ്പണമായി കിടക്കുന്ന അനവധി ആളുകളെ, താഴ്വരയിൽ ഉണങ്ങിയ അസ്ഥികളെ പോലെ നിങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥ, താഴ്വരയിൽ ഉണങ്ങിയ അസ്ഥികളെ പോലെ സഭയുടെ അവസ്ഥ, താഴ്വരയിലെ ഉണങ്ങിയ അസ്ഥികളെ പോലെ ദേശത്തിന്റെ അവസ്ഥ, അവയെ മാറ്റിയെടുക്കുവാൻ, അവരെ പുതിയ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരുവാൻ ദൈവം പ്രത്യേകമായ ദൗത്യമാണ്, നിയോഗമാണ് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. രക്തം ചെയ്യും. പ്രൈസലോ. ആ ശുശ്രൂഷ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ഞങ്ങളെ ജീവിപ്പിക്കണമേ, എന്നാൽ ഞങ്ങൾ നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. ലേലുയ. ദൈവസഭയുടെ വേലി പൊളിച്ചു കളയുവാൻ അനുവദിക്കരുത്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ദൈവം നിനക്ക് വേലി കെട്ടി സൂക്ഷിച്ചിരിക്കുമ്പോൾ ആ വേലി പൊളിച്ചു കളയാൻ വരുന്ന കാട്ടുപന്നിയും വൈല്യ മൃഗങ്ങളെ നീ തിരിച്ചറിഞ്ഞിട്ട്, എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ സാത്താന്യ ശക്തികളെ നീ മനസ്സിലാക്കിയിട്ട് നിന്റെ വേലി പൊളിക്കുവാൻ നീ അവസരം കൊടുക്കരുത്. അല്ലേരിയ. ദൈവം നിനക്ക് ചുറ്റും വേലി കെട്ടി സൂക്ഷിച്ചിരിക്കും. ആ വേലി പിശാച് പൊളിച്ചു കളഞ്ഞാൽ പാപം നിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കും, ലോകം നിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കും, സാത്താന്യ ശക്തികൾ ഒന്നടങ്കം നിന്റെ ഉള്ളിൽ പ്രവേശിച്ചിട്ട് നിന്നെ തകർത്ത് കളയും. അല്ലേലൂയ. അത് വരാതെ ദൈവസഭയുടെ സംരക്ഷണം, അല്ലേലൂയ, ദൈവം നടത്തുമ്പോൾ നിങ്ങൾ അതിൽ വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം. രക്തം ചെയ്യും. അല്ലേലൂയ. അപ്പൊ കർത്താവിന് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കണമെന്ന് അതിയായ ആഗ്രഹത്തോടെ, വാഞ്ചയോടെ, അല്ലേലൂയ, ഹഡ്സൺ ടൈലർ ഇംഗ്ലണ്ടിലെ ഒരു വീതിയിലൂടെ പോയിക്കൊണ്ടിരുന്നപ്പോൾ കർത്താവിന്റെ മൃദുസ്വരം അദ്ദേഹത്തിന്റെ കാതിൽ വീണു. അല്ലേലൂയ. ഈ ഹഡ്സൺ ടൈലർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരാഗ്രഹം, എനിക്ക് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ചിന്തയോടെ, വാഞ്ചയോടെ ഹഡ്സൺ ടൈലർ ഇംഗ്ലണ്ടിലെ ഒരു വീതിയിലൂടെ യാത്ര ചെയ്യുക. ആ സമയത്താണ് അദ്ദേഹം ദൈവശബ്ദം കേട്ടത്. ആ ദൈവശബ്ദം ഇങ്ങനെയായിരുന്നു: എന്റെ മകനെ, ഞാൻ നീയും ചേർന്നാൽ ഒരു വലിയ ഉണർവിനെ കൊണ്ടുവരുവാൻ സാധിക്കും. ചൈനയിൽ ഉണർവിനെ ഏർപ്പെടുത്തും വിധം നീ എന്നോട് കൂടെ വരുവോ എന്ന്
ഹഡ്സൺ ട്രെയിലറിനോട് ദൈവം ചോദിച്ചു. ഇന്ന് കർത്താവ് നിങ്ങളോട് ചോദിക്കുക, നീ എന്നോടുകൂടെ നിന്നാൽ ഞാൻ നിന്നോടുകൂടെ നിൽക്കും. നമ്മൾ രണ്ടും കൂടെ ചേർന്നാൽ, ആരൊക്കെ? യഹോവയായ ദൈവം അഥവാ കർത്താവായ യേശു ക്രിസ്തു നിങ്ങളും കൂടെ ചേർന്നാൽ ദൈവം ശക്തമായി ഉണർവെ തരും. അല്ലേ? അപ്പം അവൻ നിങ്ങൾക്കും കർത്താവിനോട് കൂടി ചേർന്ന് നിൽക്കുവാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുകയും നിങ്ങൾ അതിനുവേണ്ടി ഒരുങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് നിങ്ങളോട് ചേർന്ന് നിന്ന് ആമീൻ ഉണങ്ങിയ താഴ്വരയിലെ അസ്ഥികൂപാരങ്ങളെ പോലെ ലോകം മുഴുവൻ ആ ജലം ഇങ്ങനെ ചിതറിക്കിടക്കുമ്പോൾ അതിന്റെ നടുവിൽ ഹഡ്സൺ ട്രെയിനിൽ ചൈനയിലേക്ക് അയച്ചതുപോലെ തന്നെ ദൈവം നിങ്ങളും ചില ദേശങ്ങളിലേക്ക് അയക്കാൻ തുടങ്ങും. രക്തം ചെയ്യും. അതൊരു ഉണർവ് ദൈവം നിന്നിൽ ആഗ്രഹിക്കുക. ഇതിലൂടെ വലിയ ദൈവപ്രവർത്തി. അല്ലേ? അപ്പൊ ഹഡ്സൺ ട്രെയിനിലാണ് വചനം കേട്ടിട്ട് എന്ത് ചെയ്തു? ആ ദൈവശബ്ദം കേട്ടിട്ട് അദ്ദേഹം പ്രാർത്ഥനയോടെ ചൈനയിലേക്ക് പോയി. ആ ദേശത്ത് ചെന്ന് അദ്ദേഹത്തിന്റെ സമയം മുഴുവൻ ദേശത്തിന് വേണ്ടി ചെലവഴിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. മുട്ടിമേ നിൽക്കുവാൻ തുടങ്ങി, പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ആ പ്രാർത്ഥന ശക്തമായി ഒരു വലിയ ഉണർവുണ്ടാക്കി. അങ്ങനെ ചൈനയിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ യേശു ക്രിസ്തുവിന്റെ ഹൃദയം കൊടുത്തു. അനവധി ഹൗസ് ചർച്ചുകൾ ചൈനയിൽ രൂപം പ്രാപിച്ചു. ഒരു വ്യക്തിയെ ദൈവം ഉപയോഗിച്ചപ്പോൾ ചൈനയിൽ ഇത്രമാത്രം വലിയ ഉണർവുണ്ടായി. എന്നെ കേൾക്കുന്ന ശ്രോതാവേ, ദൈവം നിന്നോട് ചേർന്ന് നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു. യെഹെസ്കേലിനോട് ചേർന്ന് ദൈവം നിന്നു. യെഹെസ്കേൽ ദൈവത്തോട് ചേർന്ന് നിന്നു. യെഹെസ്കേലിനോട് പറഞ്ഞതുപോലെ യെഹെസ്കേൽ പ്രവചിച്ചപ്പോൾ എന്ത് ചെയ്തു? ദൈവത്തിന്റെ ആഗ്രഹം പോലെ താഴ്വരയിൽ ഉണങ്ങിക്കിടന്ന അസ്ഥിയോട് അല്ലേ മാംസം ഞരമ്പ് വെച്ച് അല്ലേരിയ അവയിൽ ജീവശ്വാസം വന്ന് അത് വലിയ സൈന്യമായി മാറിയതുപോലെ അല്ലേരിയ അവിടെ ഭാരതം വലിയൊരു ഉണർവിലേക്ക് വരാൻ പോകുകയാണ്. കേരളം വലിയൊരു ഉണർവേലേക്ക് വരാൻ പോവുക. ലോക രാജ്യങ്ങൾ 7 ഭൂഖണ്ഡങ്ങൾക്കകത്തും വലിയ ഉണർവഹിക്കാൻ പോവുക. ഭാരതത്തിൽ 140 കോടിയിലധികം വരുന്ന ജനം ഉണങ്ങിയ അസ്ഥികൾ കൊണ്ട് നിറഞ്ഞ താഴ്വര പോലെ അല്ലേരിയ നാം ഈ ഭാരതം ഒക്കെ ആയിത്തീർന്നിരിക്കുന്നു. ഉണങ്ങിയ അസ്ഥികളെ കൊണ്ട് ഭാരതം കേരളം നിറഞ്ഞിരിക്കുക. അല്ലേരിയ ദൈവശക്തമായ ഒരു ആത്മീയ ഉണർവിന് വേണ്ടി താങ്കളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക. ഭാരതം യേശുവിനെ അറിയണം. ഭാരതത്തിലെ ജനം യേശുവിനെ അറിയണം. അന്ധകാരത്തിന്റെ വ്യാപാര മണ്ഡലങ്ങൾ, സാത്താന്യ ശക്തികൾ, പൈശാചിക്തികൾ, അക്രമങ്ങൾ, അരാജകത്വങ്ങൾ, അഴിമതികൾ, കരിഞ്ചന്തകൾ, പൂഴ്ത്തിവെപ്പുകൾ, ചെട്ടികമായ ജീവിതവും വ്യഭിചാരവും പരസംഗവും അശുദ്ധിയും ദുഷ്കർമ്മങ്ങളും രാജ്യത്ത് പെരുകി മനുഷ്യന്റെ ജീവിതം മനുഷ്യനെ തകർത്ത് കളയുമ്പോൾ, ദേശത്തിന്റെ രാജ്യത്തിന്റെ സമാധാനത്തെ കെടുത്തിക്കളയുമ്പോൾ ഒരു യെഹെസ്കേലിനെ ഉപയോഗിച്ചതുപോലെ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോവുകയാണ്. രക്തം ചെയ്യും ലേരിയ ഒരു വലിയ കൂട്ടം ജനത്തിന്റെ പേരും കൂടെ ജീവപുസ്തകത്തിൽ എഴുതി ചേർക്കുവാൻ നിന്നെ ദൈവം ഉപയോഗിക്കാൻ പോവുകയാണ്. അപ്പം ദൈവവചന ശക്തിയോടെ പ്രസംഗിക്കുവാൻ, ദൈവവചനം നിന്നിലൂടെ ശക്തമായി വെളിപ്പെടുത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നിന്റെ യാതനകളിലൂടെ പുറപ്പെടുവിക്കുന്ന ദൈവവചനം കേൾക്കുന്ന ജനത്തിന്റെ ഹൃദയത്തിൽ കുത്തുകൊണ്ട് മാനസാന്തരപ്പെട്ട് അവൻ ദൈവസനെ സമർപ്പിക്കപ്പെട്ട് പെന്തക്കോസ്ത് നാളിലെപ്പോലെ ശക്തമായ ആത്മീയ ഉണർവിലേക്ക് ദൈവം തന്റെ ജനത്തെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. തലമുറയെ ദൈവം ഉപയോഗിക്കുക. എന്നെ കേൾക്കുന്ന സഹോദര, ദൈവം നിന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക. രക്തം ചെയ്യാം അല്ലേറിയ. അപ്പൊ ഉണർവ് വേണ്ടിയുള്ള ശക്തമായ പ്രാർത്ഥനയായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 64-ാം അധ്യായം ഒരുക്കി വെച്ചിരിക്കുക. അല്ലെങ്കിൽ ഉണർവിന്റെ ഒരു ശക്തമായ അനുഭവത്തെ കാണണമെങ്കിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അല്ലെങ്കിൽ 64-ാം അധ്യായത്തിലേക്ക് നാം വരണം. അല്ലെങ്കിൽ അവിടെ വലിയൊരു ഉണർവ് നമുക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 64-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: തീയിൽ ചുള്ളി കത്തുന്നത് പോലെയും തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെയും മലകൾ നിന്റെ മുമ്പിൽ ഉരുകി പോകാതെ വണ്ണം നീ ആകാശം ഇറങ്ങി വന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് യെഹെസ്കേൽ പ്രവാചകന്റെ ഒരു യെശയ്യാ പ്രവാചകന്റെ ഒരു പ്രാർത്ഥനയാണ്. അല്ലേ? യെശയ്യാവിന്റെ ഒരു വലിയ പ്രാർത്ഥനയാണ്. യെഹെസ്കേലിനെ പോലെ തന്നെ അല്ലേ? യെശയ്യാവിന്റെ പുസ്തകത്തിനകത്തും വലിയൊരു ഉണർവ്. അവിടെ വാക്യം നിങ്ങൾ വായിച്ചിട്ടല്ലേ? തീയിൽ ചുള്ളി കത്തുന്നത് പോലെയും തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെയും മലകൾ നിന്റെ മുമ്പിൽ ഉരുകി പോകത്തക്കവണ്ണം നീ ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ കൊള്ളായിരുന്നു. ഞങ്ങൾ വിചാരിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങളെ നീ പ്രവർത്തിച്ചപ്പോൾ നീ ഇറങ്ങി വരികയും മലകൾ തിരുമുമ്പിൽ ഉരുകിപ്പോവുകയും ചെയ്തുവല്ലോ.
നീയല്ലാതൊരു ദൈവം ആമേൻ തന്നെ കാത്തിരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുക. വലിയ ഉണർവാണ്. ശേപ്രവാചകന്റെ പുസ്തകം 64 അധ്യായം നിങ്ങൾ വായിച്ച് നിങ്ങളിൽ ഉണർവ് നിങ്ങൾ ഏറ്റെടുക്കണം. അല്ലേരിയ. ഈ ഉണർവിന്റെ ശക്തമായ പ്രാർത്ഥനയാണ് ആ അധ്യായത്തിൽ കാണുന്നത്. അല്ലേരിയ. ഇന്ന് അതിലുള്ള അല്ലെങ്കിൽ ആ വചനം നിങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ദേശത്തിന് ഉണർവേണ്ടി ശക്തമായി നിങ്ങൾ പ്രാർത്ഥിക്കണം. ശേപ്രവാചകന്റെ പുസ്തകത്തില് 64 രണ്ടാമത്തെ വാക്യം നിങ്ങൾ എടുത്ത് ചേർത്ത് ഹൃദയത്തോട് ചേർത്ത് പിടിക്കണം. ഹൃദയത്തോട് ചേർത്ത് പിടിച്ച വചനം ധ്യാനിച്ചിട്ട് നിങ്ങൾ ദേശത്തിന് വേണ്ടി ഉണർവ് നിങ്ങളിൽ കൊണ്ടുവരുവാൻ നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങളിലൂടെ തീയിൽ ചുള്ളി കത്തുന്നത് പോലെ ആമേൻ, തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെ മലകൾ നിന്റെ മുമ്പിൽ ഉരുകി പോകത്തക്കവണ്ണം നീ ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത് നിങ്ങളുടെ ശുശ്രൂഷയിലൂടെ സംഭവിക്കും. രക്തം ചെയ്യണം. ഒഴികെ എന്നും പാപികളുടെ എണ്ണം വർദ്ധിക്കുക. ലോകം മുഴുവൻ നോക്കിയ പാപികളുടെ എണ്ണം വർദ്ധിക്കുക. പാപത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്ന മേഖലകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. മേഖലകൾ അല്ലേ. നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ ഗ്രാമാന്തരം എല്ലാ പഞ്ചായത്തുകൾക്കും ബീവറേജ് കൊടുക്കാൻ പോവുകയാണ്. കള്ള് ഷാപ്പുകൾ പെരുകുന്നു, ബാറുകൾ പെരുകുന്നു. അനവധി കള്ള് ഷാപ്പുകളും ബാറുകളും ബീവറേജ് ലൈസൻസ് ഉള്ളതും ഇല്ലാത്തതും മനുഷ്യൻ തുടങ്ങാനല്ല അനുമതി കൊടുക്കുക. ഈ ലോകത്തിന് പണമാണ് വേണ്ടിയത്. ഈ ലോകത്തിന് പാപിയായ മനുഷ്യനെ ഈ ലോകത്തിന് ആവശ്യം. ഈ ലോകത്തിന് ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾക്ക് പണമാണ് ആവശ്യം. അല്ലുരിയ. ഈ ലോകത്തിന് പാപികളെയാണ് ആവശ്യം. ഇന്ന് ദൈവരാജ്യത്തിന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് പാപികളുടെ മാനസാന്തരമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പാപി മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് വരണമെന്നുള്ളതാണ് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നത്. ഈ ലോകം സകലം പാപിയാക്കുമ്പോൾ കർത്താവ് പാപികളെ മാനസാന്തരത്തിലേക്ക് നയിക്കുക. അതിന് കർത്താവ് നിന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് ശക്തമായ ഉണർവ് വേണ്ടി നിങ്ങൾ ദൈവസേടി നിന്ന് പ്രാർത്ഥിക്കണം. വീണ്ടും നാം ദൈവത്തിന്റെ വചനം വായിക്കും. പ്രാർത്ഥനയുടെ ശക്തിയാൽ തീർച്ചയായും നിങ്ങൾ ഉയരും. പ്രാർത്ഥിക്കുമ്പോൾ ശക്തമായി ദൈവസാന്നിധ്യം നിങ്ങൾ അനുഭവിക്കും. തത്സമയം ഇന്ത്യയിൽ ഏർപ്പെട്ടിട്ടുള്ള ഉണർവ് തുടർന്ന് ആളിക്കത്തിക്കൊണ്ടിരിക്കും. നിങ്ങൾ അങ്ങനെ ദൈവത്തിന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഭാരതത്തിന്റെ 29 സംസ്ഥാനങ്ങൾക്കകത്തും 7 കേന്ദ്രപ്രദേശങ്ങളിലും ഇപ്പോൾ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന ഉണർവ് അതിശക്തമായിട്ട് ആളിക്കത്താൻ തുടങ്ങും. പ്രൈസലോ. ലോകരാജ്യങ്ങളിലേക്ക് ഉണർവ് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലേലിയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രൈസിനേക്കിതാ, ആയിരക്കണക്കിന് സ്തോത്രം ആത്മാക്കളെ കാൽവറി ക്രൂശിങ്കിലേക്ക് കൊണ്ടുവന്ന് ആ കാൽവറിയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന് കാൽവറിയിൽ നമുക്ക് വേണ്ടി ഒഴുകപ്പെട്ട ആ പുണ്യാഹ രക്തത്തിന്റെ അരികിലേക്ക് കൊണ്ടുവന്ന് അവരെ സമർപ്പിച്ച് അവർക്ക് വേണ്ടി മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ മുഴങ്ങാലും മടങ്ങും, എല്ലാ നാവും അവനെ കർത്താവിന്റെ ഏറ്റുപറയും വിധം ദൈവം പ്രവർത്തിക്കും. നീ അങ്ങനെ പ്രാർത്ഥിക്കണം. അല്ലേലിയ. നമ്മൾ ഫിലിപ്പി ലേഖനം 2:10 വായിക്കുമ്പോഴും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45 22 21 വാക്യങ്ങൾ വായിക്കുമ്പോഴും കാണുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45 അധ്യായം 22 23 വാക്യങ്ങൾ വായിക്കുന്ന സകല ഭൂസിമാവാസികളുമായുള്ളവര് എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവിൻ, ഞാനല്ലാതെ വേറൊരു ദൈവവുമില്ലല്ലോ എന്നാണ്. എന്റെ മുമ്പിൽ ഏത് മുഴങ്കാലും മടങ്ങും, ഏത് നാവും സത്യം ചെയ്യും എന്നിങ്ങനെ എന്റെ വായിൽ നിന്ന് നീതിയും മടങ്ങാത്ത ഒരു വചനവും പുറപ്പെട്ടിരിക്കുന്നു. അപ്പൊ എല്ലാ മുഴങ്കാലും മടങ്ങുമെന്ന് പിന്നീട് പൗലോസ് ഫിലിപ്പി ലേഖനം 2:10 രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രവാചകന്റെ വാക്കുകളുടെ സാന്നിധ്യം എത്ര വലുതായിരുന്നു. അതെ, ഈ കാലഘട്ടത്തിൽ നിങ്ങളൊരു ഉണർവ് വേണ്ടി തയ്യാറാകണം. രക്തം ചെയ്യും. പാപം കൊണ്ട് നിറയപ്പെട്ട് കിടക്കുന്ന ഈ ഭൂമി, പാപികളെ കൊണ്ട് നിറയപ്പെട്ട് കിടക്കുന്ന ഭൂമി, കുടുംബം മുഴുവൻ പാപം പ്രവേശിച്ചു, വ്യക്തി ജീവിതങ്ങളിൽ മുഴുവൻ പാപം പ്രവേശിച്ചു, സഭയ്ക്കകത്ത് പാപം കടന്നുകൂടുന്നു, ഉപദേശങ്ങൾ മുഴുവൻ പാപമായി മാറുന്നു. അതിന്റെ നടുവിൽ ഒരു ശുദ്ധീകരണ ശുശ്രൂഷ ദൈവം നിങ്ങളെ ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ദുരുപദേശം പെരുകുമ്പോൾ കള്ളപ്രവാചകന്മാരും കള്ളപ്രവാചകളും എഴുന്നേറ്റുകൊണ്ടിരുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ പണത്തിനു വേണ്ടി എന്ത് തന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, പണത്തിനു വേണ്ടി മനുഷ്യൻ ഓരോ കോലാഹലങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുമ്പോൾ
അതിന്റെ നടുവിൽ ഒരു യഹസ്കേലിനെ പോലെ, ഒരു യെശയ്യാവിനെ പോലെ ദൈവം നിന്നെ ഒന്ന് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. ഒരു വലിയ ഉണർവിനെ ദൈവം നിന്റെ മേൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. നോക്കി, നമ്മുടെ അനവധി ഭവനങ്ങളെ കർത്താവ് വിളിച്ച് വേർതിരിച്ച് വേലി കെട്ടി സൂക്ഷിച്ചിരുന്നു. ഹല്ലേലൂയ. പക്ഷെ കാട്ടുപന്നിയും വന്യമൃഗങ്ങളും അനവധി കുടുംബങ്ങളിലെ വേലി പൊളിച്ചു കളഞ്ഞു. പാപം പ്രവേശിച്ച് കുടുംബത്തിൽ മദ്യപാനികളുടെ എണ്ണം വർദ്ധിക്കുന്നു. ആമൻ ജഡിക ജീവിതക്കാർ പെരുകുന്നു. ഈ ലോകത്തിന്റെ അശ്ലീലമായ ചിന്തകളും കാഴ്ചകളും കണ്ടുകൊണ്ട് ജനം കുടുംബത്തിനകത്തിരുന്ന് കുടുംബത്തിനകത്തിരുന്ന് പാപം ചെയ്യുന്നു. ദൈവത്തെ മറന്നുപോയി. അല്ലേ? അങ്ങനെ പാപത്തിൽ വീണ് കിടക്കുന്ന ജനത്തിനെ ഒരു ശുദ്ധീകരണത്തിലൂടെ ദൈവം വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. എല്ലാ കുടുംബങ്ങളിലും പാപം, എല്ലാ കുടുംബങ്ങളിലും സ്തോത്രം, കണ്ണ് തുറന്ന് എഴുന്നേറ്റ് വരുന്ന സമയം തൊട്ട്, പ്രഭാതത്തിൽ കണ്ണ് തുറന്ന് എഴുന്നേറ്റ് വരുന്ന സമയം തൊട്ട് പാപം പ്രവേശിക്കുക. കിടക്കുന്ന രാത്രി 1 മണിക്കും 2 മണിക്കും, ചിലരൊക്കെ രാത്രിയിലും ഉറങ്ങാത്ത തന്നെ ഈ മൊബൈലും പിടിച്ചുകൊണ്ടിരിക്കുന്നവരുമുണ്ട്. അവർ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഈ മൊബൈൽ അങ്ങോട്ട് തുറന്നു വെച്ച് കഴിഞ്ഞ് സകല അശ്ലീലമായ കാഴ്ചകളും ലോകത്തിന്റെ വെറുക്കുത്തുകളും അവരുടെ കണ്ണുകൊണ്ട് കാണുക മാത്രമല്ല, അതിലൂടെ കേൾക്കുന്ന ശബ്ദം ആ ഭവനത്തിനകത്ത് നിറയ്ക്കും. പാപം പെരുകി. അല്ലെങ്കിൽ കുടുംബം പാപം കൊണ്ട് പെരുകി, ജീവിതങ്ങളിൽ പാപം പെരുകി, കുടുംബത്തിന്റെ സംരക്ഷണം നഷ്ടപ്പെട്ടു. കാട്ടുപന്നികൾ കുടുംബത്തിനകത്ത് കയറി, വൈല്യ മൃഗങ്ങൾ കുടുംബത്തിൽ കയറി, വ്യക്തി ജീവിതങ്ങളിലേക്ക് കയറി. ഹല്ലേലൂയ. തുണ്ടിന്റെ പകൽ എന്നെ കേൾക്കുന്ന മാതാപി പിതാവ്, ഇത് മാനസാന്തരപ്പെടാൻ മടങ്ങി വരണം. പ്രൈസ് ദി ലോർഡ്. നിന്റെ കുടുംബത്തിന് കർത്താവിന് ആവശ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഓരോരുത്തരുടെ ഭവനത്തെ ദൈവത്തിന് ആവശ്യമുണ്ട്. നിങ്ങളെ ഓരോരുത്തരെയും ദൈവത്തിന് ആവശ്യമുണ്ട്. നിങ്ങളെല്ലാവരും ദൈവരാജ്യത്തിൽ കാണണമെന്നാണ് യേശു ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിന്റെ അരാജകത്വം മാറാത്ത, നിന്റെ കുടുംബത്തിന്റെ കണ്ണീര് മാറാത്ത, നിന്റെ കുടുംബത്തിന്റെ വേദന മാറാത്തത്, നിന്റെ കുടുംബത്തിന്റെ ശാപം മാറാത്തത്, നിന്റെ കുടുംബത്തിന്റെ വേദനം മാറാത്തത്, ആവിചാര മന്ത്രവാദ ശക്തികളൊക്കെ നിന്റെ കുടുംബത്തെയും ഞെരുക്കുന്നതിന്റെ കാരണം എന്താണ്? നിന്റെ ഭവനത്തിന് ദൈവം കെട്ടിയിരുന്ന വേലി കാട്ടുപന്നി പൊളിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തെ ദൈവം വേലി കെട്ടി സൂക്ഷിച്ചതാ. ദൈവിക സംരക്ഷണത്തിലായിരുന്നു. ദൈവം നിങ്ങൾക്ക് തീമതിൽ കോട്ടയമായിരുന്നു. ആ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് കുഴപ്പമില്ലായിരുന്നു. എപ്പോൾ സാത്താൻ നിന്റെ കുടുംബത്തിൽ പ്രവേശിച്ചു, സാത്താൻ നിന്റെ ഉള്ളിൽ പ്രവേശിച്ചു, ആ സമയത്ത് ദൈവം തന്ന സംരക്ഷണം, ദൈവം നിനക്ക് കെട്ടി വേലി പൊളിഞ്ഞുപോയി. അന്ന് മുതൽ നിന്റെ തകർച്ച ആരംഭിച്ചു. അന്ന് മുതൽ നിന്റെ നാശം ആരംഭിച്ചു. ഹല്ലേലൂയ. അത് കാണുന്ന ഒരു ദൈവമുണ്ട്. ആ കർത്താവാണ് ദേശത്തു നിന്ന് ദൈവത്തിന്റെ അഭിഷക്തകളെ നിന്റെ കുടുംബത്തിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നത്. അവർ വന്ന് പറയുന്ന സത്യസുവിശേഷം നിന്റെ ജീവന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, നിന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ആ വചനം ഏറ്റെടുത്താൽ നിനക്ക് നഷ്ടപ്പെട്ടു പോയ അനുഭവത്തെ ദൈവം മടക്കി തരാൻ ശക്തനാ. പ്രൈസ് ദി ലോർഡ്. നിന്റെ ഏത് സാഹചര്യത്തെ ദൈവം മാറ്റിത്തരും. എന്നെ കേൾക്കുന്ന മാതാവി പിതാവേ, നീ കടന്നു പോകുന്ന ഏത് സാഹചര്യത്തെ ദൈവം മാറ്റി നിനക്കൊരു വിജയം തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിന്റെ കുടുംബത്തിനൊരു ഉണർവുണ്ടാകണം. അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന സഹോദര, നിന്റെ കുടുംബത്തിലെ അശ്ലീലമായ ജീവിത സാഹചര്യങ്ങളെ നീ മാറ്റിക്കളയണം. നിന്റെ കുടുംബത്തിനകത്ത് അശ്ലീലമായിരിക്കുന്ന ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാകരുത്. ഹല്ലേലൂയ. നിന്റെ കുടുംബം മദ്യഷാപ്പാക്കി മാറ്റരുത്. വെറുക്കൂത്തുകാരുടെ ശാലയാക്കി മാറ്റരുത്. കൂട്ടുകാർ കൂടി നിന്ന് സല്ലപിക്കുന്ന ഒരു അനുഭവമാകരുത് നിന്റെ കുടുംബം. നീ നിന്റെ കുടുംബവും ദൈവത്തെ സ്തുതിക്കണം. നീ നിന്റെ കുടുംബവും ദൈവത്തിന് മുഴക്കാലും മടക്കി നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്ന ഭവനമായിരിക്കണം. യോശുവ പറഞ്ഞു, ഞാനും എന്റെ കുടുംബം ഞങ്ങളെ യഹോവയെ സേവിക്കുമെന്ന് പറഞ്ഞ പോലെ നിന്റെ കുടുംബത്തെ ദൈവം അതിനു വേണ്ടിയിട്ടാണ് വേർതിരിച്ചതും ദൈവിക സംരക്ഷണത്താൽ വേലി കെട്ടി സൂക്ഷിച്ചതും. പക്ഷേ നീ അതിൽ നിന്ന് അകന്നുപോയി. ഹല്ലേലൂയ. മടങ്ങി വരാൻ ദൈവം അവസരം തരിക. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, വേദപുസ്തകത്തിൽ ഏലിയാവിന്റെ കാലഘട്ടത്തിൽ നടന്ന മഹത്തായ ഉണർവിനെക്കുറിച്ച് 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് കാണാൻ കഴിയും. ഏലിയാവ് ആകാശത്തിൽ നിന്നും അഗ്നി ഇറക്കിക്കൊണ്ട് യഹോവ തന്നെ ദൈവം എന്ന് വെളിപ്പെടുത്തി. ജനമെല്ലാം അത് കണ്ട് കവിണ് വീണു. യഹോവ തന്നെ ദൈവം, യഹോവ തന്നെ ദൈവം എന്ന് പറഞ്ഞ് അവർ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. ഏലിയാവിന്റെ കാലഘട്ടത്തിൽ ശക്തമായ ഉണർവ്. ബാലിന്റെ പ്രവാചകന്മാരും മശയുടെ പ്രവാചകന്മാരും നോക്കി നിൽക്ക ചെയ്ത് ഏലിയാവിന്റെ പ്രാർത്ഥനയുടെ നടുവിലേക്ക് സ്വർഗത്തിൽ തീയിറക്കി, ആകാശത്തിൽ തീയിറക്കി.
ഏലിയാവിന്റെ യാഗത്തെ ഹല്ലേലൂയ ആമെ ദഹിപ്പിക്കുകയും ആമെ യഹോവ തന്നെ ദൈവമെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തപ്പോൾ ജനമെല്ലാം കമഴ്ന്നു വീണു. അതൊരു ശക്തമായ ഉണർവിന് വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രശ്നം, യഹോവ തന്നെ ദൈവമെന്ന് അവർ ആർത്ത് വിളിച്ചു. അല്ലെങ്കിൽ അതുപോലെ കർത്താവ് നിങ്ങളിലൂടെ ഒരു ഉണർവിനെ കൽപ്പിച്ചരളാൻ ആഗ്രഹിക്കുക. ദൈവം നിങ്ങളിലൂടെ വലിയൊരു ഉണർവ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ എസ് കെ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിച്ചു വരെ താഴ്വരയിലെ അസ്ഥികൾ ജീവൻ വെച്ച് വലിയ സൈന്യമായി മാറിയതുപോലെ അല്ലെങ്കിൽ നിന്നിലൂടെ ദൈവം ശക്തമായി പ്രവർത്തിപ്പാൻ ആഗ്രഹിക്കുക. അല്ലേ? ഇവിടെ നാം ദൈവത്തിന് വചനം വായിക്കുക. ഹഗ്ഗായിയുടെ പുസ്തകം 2-ാം അധ്യായം 7-ാമത്തെ വാക്യം കൂടെ വായിച്ച് 6-7 വാക്യം കൂടെ വായിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഇനി കുറെ കാലം കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും വിളക്കും. ഞാൻ സകല ജാതികളെയും വിളക്കും. സകല ജാതികളിലെയും മനോഹരനായവൻ വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഞാൻ ഈ ആലയത്തെ മഹത്വപൂർണമാക്കും എന്ന് സൈന്യങ്ങൾ യഹോവ അരുളിച്ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞ സകലത്തെ ഇളക്കുമെന്നാണ് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുക. സകലത്തെ ഇളക്കും, സകലത്തെ ദൈവം പുതുതാക്കും, സകലത്തിന്മേലും ദൈവത്തിന്റെ നീതി വെളിപ്പെടും. ഹല്ലേലൂയ. രാജ്യരാഷ്ട്രങ്ങൾ മാനസാന്തത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. സകല അധികാരത്തിന്മേലും ദൈവത്തിന്റെ കരം വെളിപ്പെടാൻ ആഗ്രഹിക്കുക. ദൈവത്തെ വെളിപ്പെടുത്തും കേട്ടോ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രശ്നം, സകല ജാതികളിലെ മനോഹരനായവൻ എന്ന പ്രയോഗം പല പരിഭാഷകളിൽ നമുക്ക് കാണാൻ കഴിയും. മനോഹര വസ്തു എന്ന് മനോഹരനായെന്നൊക്കെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ ജനനത്തോടനുബന്ധമായി ഈ പ്രവചനത്തിനകത്തെ വാക്കുകൾ പൂർത്തി ഇനിയും കർത്താവിന്റെ മധ്യാകാശ വരവെങ്കിൽ അല്ലെങ്കിൽ സകല ജാതികളിൽ മനോഹരനായവൻ മധ്യാകാശത്തിൽ വെളിപ്പെടുമ്പോൾ അവനിൽ വിശ്വസിക്കുന്ന, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച ജീവപുസ്തകത്തിൽ പേരുള്ളവർ എല്ലാം അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നമായി ഒരു ഉണർവ് നിന്റെ കുടുംബത്തിലുണ്ടാകട്ടെ. ഹല്ലേലൂയ. ഞാൻ വായിച്ച വചനത്തിലേക്ക് ഒന്നിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. വായിച്ചതാണ് സ്തോത്രം 80-ാം സങ്കീർത്തനം, അതിന്റെ 18-ാമത്തെ വാക്യമുള്ളൂ. എന്നാൽ ഞങ്ങൾ നിന്നെ വിട്ട് പിന്മാറുകയില്ല, ഞങ്ങളെ ജീവിപ്പിക്കണമേ. എന്നാൽ ഞങ്ങൾ നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. അതെ, നിങ്ങളെ ജീവിപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾ കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഇരുളിന്റെ ആധിപത്യം മാറി വലിയ ഉണർവ് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ എന്റെ കുടുംബത്തിന്റെ അരാജകത്തെ, പാപത്തെ, ശാപത്തെ മാറ്റി ഒരു വലിയ ദൈവ സാന്നിധ്യം വഹിക്കാൻ പോകുന്നു. കാട്ടുപന്നി മാന്തി കളയാതെ, നിന്റെ വേര് പൊളിച്ചു കളയാതെ, വലിയ മൃഗങ്ങൾ നിന്റെ കുടുംബത്തിന്റെ, നിന്റെ ജീവിതത്തിന് വേര് പൊളിച്ചു കളയാതെ, യെഹൂദയെ പോലെ നിന്നെ നേൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ, എസ്യാവിനെ പോലെ, ഏലിയാവിനെ പോലെ നേൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ നിന്നോട് ഒരു മഹാ ഉണർവ് ദൈവം കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുക. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ ലോക രാജ്യങ്ങൾ മുഴുവൻ പാപം കൊണ്ട് നിറയപ്പെട്ട് ദൈവമില്ലാതെ, ദൈവത്തെ അറിയാതെ കർത്താവിന് ജനം കടന്നുപോകും. ദൈവം കൊടുത്ത സംരക്ഷണം, ദൈവം അവർക്ക് ജനത്തിന് വേണ്ടിയ വേലി പൊളിച്ച് കാട്ടുപന്നി, ദുരുപദേശങ്ങൾ, സാത്താനിശക്തികൾ ഉള്ളിൽ കയറി കുടുംബത്തെ, സഭയെ, ദേശത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ താഴ്വരയിൽ ഉണങ്ങിയ അസ്ഥികൾക്ക് ജീവൻ കൊടുത്തതുപോലെ കർത്താവ് ഒരു ശക്തമായ ആത്മീയ ഉണർവ് ഞങ്ങളുടെ കേരളത്തിൽ ലോക രാജ്യങ്ങൾ സംഭവിപ്പാൻ ദൈവരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക് പ്രാന്തികാരികൾ, രാഷ്ട്രങ്ങളെ പിടിക്കുന്ന രാജാക്കന്മാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങൾ, ദ്വീപുകളെ, ആദിവാസി ട്രൈബൽ മേഖലയിലായിരിക്കുന്ന ജനത്തെയും അധികാരികളെയും, കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, അദ്ദേഹത്തിൽ കാക്കുന്ന BSCRP, വലിയ ക്രമസമാധാന പാലക, നിയമനിർമ്മാണ രംഗത്തിൽ രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ, കർത്താവിന്റെ പോലീസിന്റെ വിവിധ സെക്ഷൻ, ജുഡീഷ്യൽ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്നവരെ, വിവിധ വകുപ്പുകളെയും ഓർത്തു പ്രാർത്ഥിക്കുന്ന, കരയിലും കടലും ആകാശമാർഗം വാഹനം ഓടിക്കും യാത്ര ചെയ്യുന്ന, വാഹന നിർമ്മിത സെയിൽസ് ചെയ്യുന്നവർ, അല്ലേലിയ കർത്താവിൽ സഹകരണമേലും പുതുമേലും ആരോഗ്യമേലും വിദ്യാഭ്യാസ സാമ്പത്തിക പൊതുമേഖലയിലായിരിക്കുന്നവരെ കർത്താവിനെ ഓർത്ത് പ്രാർത്ഥിക്കാൻ, രംഗത്ത്, മെക്കൽ മോട്ടോർ രംഗത്ത്, ബ്യൂട്ടി രംഗത്ത്, സകല ചെറുതും വലുതുമായി ടാക്സി ഓട്ടോ ഡ്രൈവേഴ്സിനെ ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുകയാണ്. കടലോര വാസികളെ, തീരദേശവാസികളെ, സമുദ്രത്തിലെ ആഴക്കടലിൽ മത്സ്യബന്ധനായി കടന്നുപോയിരിക്കുന്നവർ, സമുദ്രത്തിലെ ആഴം കനികളും കമ്പനികളും ഫാക്ടറി ജോലി ചെയ്യുന്ന വലും ചെറുമ എല്ലാ വ്യാപാരി, വ്യവസായികളും വഴിയോര കച്ചവടക്കാരെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, മദ്യപാനത്തിൽ വെറുക്കൂത്തിൽ അകപ്പെട്ട് കിടക്കുന്ന, പാപത്തിൽ വീണ് കിടക്കുന്നവർ, തീവ്രവാദ ഭീകരവാദ വർഗത്തിൽ അകപ്പെട്ടിട്ടും രോഗത്തിനും മഹാവ്യാധിക്കും ശാപത്തിലും പാപത്തിലും വീണ് കിടക്കുന്ന ജനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിടുതൽ ദൈവം അയക്കണമേ.
ശക്തമായി ദൈവ സാന്നിധ്യം ലോകമെമ്പാടും വെളിപ്പെടുവാൻ യേശുവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. വിദേശ രാജ്യം ജോലിക്കായി കടന്നുപോയി പഠിക്കും കടന്നുപോയിരിക്കുന്നവർ, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലായിരിക്കുന്നവർക്ക് മനസ്സാണ് പാപത്തിൽ വീണു പോകാതെ, കാട്ടുപന്തി കർത്താവിയുടെ ദൈവീയ സംരക്ഷണം പൊളിച്ചു കളയാതെ, വയലിലെ മൃഗങ്ങൾ അത് തിന്നുകളയാതെ ദൈവജനത്തിന്റെ രാജ്യത്തിന്റെ രാഷ്ട്രം സുരക്ഷയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ദേശരാജ്യ കഷ്ടം സഹിക്കുന്ന സൗര്യമാർ മണരാജ്യത്തിൽ കഷ്ടം അനുഭവിക്കുന്നു, വിസ നഷ്ടപ്പെട്ട് നാട്ടിൽ കടന്നു കഴിയാതെ, സാലറി കിട്ടാതെ, വിവിധ പീഡന വ്യാധിയിലൂടെ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവർ, മദ്യത്തിൽ മയക്കുമയക്കപ്പെട്ട് കിടക്കുന്ന എല്ലാവരും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കും. സുവിശേഷമായി വിദേശ രാജ്യങ്ങളും കേരളത്തിൽ കർത്താവിന്റെ നാമത്തിൽ നിൽക്കുന്ന ദാസന്മാരുടെ കുടുംബ തലമുറകളെ സുവിശേഷം ജയിലിൽ കിടക്കുന്നവരെ എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കും. ഇവിടുത്തെ വായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്ലേറിയ കർത്താവ് സഹനത്തിന് ഞങ്ങളുടെ ശൈശവത്തിനും ബാല്യത്തിനും കൗമാരി യുവനത്തിനും വാർദ്ധക്യത്തിലും ധ്യാനവൃത്തിന് അശന യാച്ചു റോപ്പന് ചോട്ടൻ ടാട്ടയിലായിരിക്കുന്ന സകല ജനത്തെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മദ്യത്തിൽ അടിമപ്പെട്ടവർ, പാപത്തിൽ വീണ് കിടക്കുന്നവർ, മദ്യരൂപികൾ, മയക്കുമരുന്ന് രൂപികൾ, സകല ഭരണാധികാരികളെയും ദൈവം മാനസാന്തരം കൊടുക്കണമേ പ്രാർത്ഥിക്കുന്നു. ദേശത്തിന്റെ അശുദ്ധി തുടച്ച് നീക്കത്തക്ക നിലയിൽ ദേശത്തിന്റെ പാപത്തെ ദൈവം നിർമൂലമാക്കുന്ന വിധത്തിൽ ദൈവസഭ ഉണർന്ന് പ്രാർത്ഥിക്കുവാൻ ഈ കാലഘട്ടത്തിൽ ദൈവജനത്തെ ദൈവം ശക്തമായ ആത്മാവ് നിറച്ച് ശക്തമായി ദൂതുകൾ വെളിപ്പാടുകൾ കൊടുത്ത് ദൈവം മാനിച്ചനുഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുന്നു. കർത്താവ് ക്രൈസ്തവ സമൂഹത്തിന്റെ ഉയരുന്ന സകല വെല്ലുവിളികളെ നീക്കി ലോകവ്യാപകമായി ഉണർവിലേക്ക് ദൈവസഭ കടന്നു വരത്തക്ക ദൈവം അത്ഭുതം ചെയ്യണം. അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വിനിയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.